ഈ സഹസ്രനാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇത് ഭഗവാൻ തന്നെ നേരിട്ട് കേട്ട് സാക്ഷ്യപ്പെടുത്തിയതാണ്. രാമായണം എങ്ങനെയാണോ ശ്രീരാമചന്ദ്രസ്വാമി ലവകുശന്മാരിൽ നിന്ന് കേട്ട് സാക്ഷ്യപ്പെടുത്തിയത്, അതുപോലെ തന്നെ ഭഗവാൻ കേട്ട് സർട്ടിഫൈ ചെയ്തതാണ് വിഷ്ണു സഹസ്രനാമം. ലളിതാ സഹസ്രനാമം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ തന്നെ സർട്ടിഫൈ ചെയ്ത ഒരു സഹസ്രനാമമാണ് ഈ വിഷ്ണു സഹസ്രനാമം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഈ മുമ്പ് പറഞ്ഞതുപോലെ നമുക്കിത് ഏത് സമയം വേണമെങ്കിലും ചൊല്ലാം. പക്ഷേ ഇത് ചൊല്ലുമ്പോൾ ഓരോ നാമത്തിൻ്റെയും അർത്ഥം ഓർത്തുകൊണ്ട് ചൊല്ലാൻ ചിലപ്പോൾ സാധ്യമല്ല, അല്ലേ? അപ്പം അതുകൊണ്ട് മള്ളിയൂർ തിരുമേനി പറയും, എന്ത് ചെയ്യണം? വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ വിഷ്ണു ഭഗവാന്റെ നമുക്കിഷ്ടമുള്ള രൂപം, ചിലപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ ആയിരിക്കും രൂപം, അല്ലെങ്കിൽ കുറച്ച് വലുതായ കൃഷ്ണൻ്റെ രൂപമായിരിക്കും, മഹാവിഷ്ണുവിൻ്റെ രൂപമായിരിക്കും, വിരാട് രൂപമായിരിക്കും. നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ ഏത് രൂപമാണോ ആ രൂപത്തിനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ഇതങ്ങ് ചൊല്ലുക. കാരണം ഓരോ വാക്കിൻ്റെയും ഓരോ നാമത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി ചിലപ്പോൾ ചൊല്ലാൻ നമുക്ക് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ രീതിയിൽ ചൊല്ലിയാൽ മതി എന്ന് പറയുകയാണ്. പിന്നെ പറയുന്നത് ഈ വിഷ്ണു സഹസ്രനാമം എവിടെയൊക്കെ ഉണ്ട്? പലയിടത്തും വിഷ്ണു സഹസ്രനാമം ഉണ്ട്. വേറെ പല പുരാണങ്ങളിലും, മത്സ്യപുരാണത്തിലുണ്ട്, വിഷ്ണു പുരാണത്തിലുണ്ട്. എന്നാൽ കൂടുതലായും ആളുകൾ ചൊല്ലുന്നത് ഈ മഹാഭാരതത്തിലെ വിഷ്ണു പുരാണം, മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ എഴുതിയിരിക്കുന്ന ഈ വിഷ്ണു സഹസ്രനാമമാണ്. കാരണം അതിനാണ് കൂടുതൽ ആളുകൾ ചൊല്ലുന്നതും കൂടുതൽ ഋഷിമാർ വ്യാഖ്യാനങ്ങൾ എഴുതിയിരിക്കുന്നതും ഭാഷ്യം എഴുതിയിരിക്കുന്നതും ഇതിന് തന്നെയാണ്. എന്തിന്? വേറെ ഒരു സഹസ്രനാമത്തിനും ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയിട്ടില്ല. ശങ്കരാചാര്യർ ആദിശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയിരിക്കുന്ന ഒരേ ഒരു സഹസ്രനാമം ഇതാണ്. ലളിതാ ത്രിശതിക്ക് 300 നാമങ്ങൾക്ക് അദ്ദേഹം ഭാഷ്യം എഴുതിയിട്ടുണ്ട്, വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു സഹസ്രനാമത്തിനും എഴുതിയിട്ടില്ല. അത് മേൽപ്പത്തൂര് തന്നെ പറയുന്നുണ്ട്. നാരായണീയത്തിൽ 90-ാം ദശകം എന്ന് പറയുന്ന ഒരു ദശകത്തിൽ വിഷ്ണു മഹത്വ സ്ഥാപനം എന്നാണ് ആ ദശകത്തിൻ്റെ പേര്. ആ ദശകത്തിൽ മേൽപ്പത്തൂര് പറയുകയാണ്, എന്ത് മഹാത്മ്യമാണ് എനിക്ക് പറയാനുള്ളത് മഹാവിഷ്ണുവിൻ്റെ. കാരണം ശങ്കരാചാര്യർ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ. ശങ്കരാചാര്യർ ആരാണ്? നമ്മൾ പൊതുവെ പറയാറുണ്ട് മഹാദേവൻ്റെ അവതാരമാണെന്നല്ലേ. മഹാദേവൻ്റെ അവതാരമായിട്ടുള്ള ശങ്കരാചാര്യർ തന്നെ വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ്യം രചിച്ച് വിഷ്ണു ഭഗവാനെ ഇത്രമാത്രം സ്തുതിച്ചപ്പോൾ പിന്നെ ഞാനിതിനകത്ത് എന്ത് പറയാനാണ് എന്ന് മേൽപ്പത്തൂർ വരെ ചോദിക്കുന്നുണ്ട്. അത്രമാത്രം മഹാത്മ്യമുള്ള ഒരു സഹസ്രനാമമാണ് വിഷ്ണു സഹസ്രനാമം. അതുപോലെ തന്നെ മരണാസന്നരായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ലളിതാ സഹസ്രനാമോ അല്ലെങ്കിൽ മറ്റ് ദേവീ സഹസ്രനാമങ്ങളൊന്നും ചൊല്ലാറില്ല, വിഷ്ണു സഹസ്രനാമമാണ് ചൊല്ലുന്നത്. അതിനൊരു കാരണം ഓരോന്നും ചൊല്ലിക്കൊടുത്ത ആ ഭാവം എന്താണ്? ഭീഷ്മര് ശരശയിൽ കിടക്കുമ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, ഈ സംസാര സാഗരത്തിൽ നിന്നും രക്ഷ നേടാൻ ഒന്ന് കരകയറാൻ എന്താണ് വഴിയെന്ന്. അപ്പോൾ അതായത് ഇതിൽ കൂടുതലും ആധ്യാത്മിക പാതയിലൂടെ മുന്നേറി മോക്ഷമാർഗത്തിലൂടെ മുന്നേറി അങ്ങനെ ഒരു ലക്ഷ്യം കൈവരിക്കുക, മോക്ഷം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ഉപദേശമാണ് വിഷ്ണു സഹസ്രനാമത്തിൽ. നേരെ മറിച്ച് ലളിതാ സഹസ്രനാമത്തിലാണെങ്കിൽ ആധ്യാത്മികമായും ഭൗതികമായിട്ടുള്ള ഉന്നതിയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. മാത്രമല്ല കൂടുതൽ ഋഷീശ്വരന്മാർ, വിനോബാ ഭാവെ വരെ ഇതിന് ധാരാളം തമിഴിലുള്ള പല ആചാര്യന്മാരും ഋഷീശ്വരന്മാരുമെല്ലാം വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഫലശ്രുതിയാണ് ഏറ്റവും അവസാനത്തെ ഭാഗം. ഈ ഫലശ്രുതി കുറേ ശ്ലോകങ്ങളുണ്ട്. ഈ ഫലശ്രുതി മുഴുവൻ നമുക്ക് പറയാൻ സാധ്യമല്ല. എങ്കിലും ഫലശ്രുതി ചൊല്ലുമ്പോൾ അത് നിരന്തരം ചൊല്ലുമ്പോൾ നമുക്കത് അനുഭവ തലത്തിൽ വരും. അനുഭവ തലത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത കൂടുക. കാരണം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഭയാൻ മുച്ഛേദ ഭീതസ്തു മുച്ഛേദ ആപന്ന ആപത നക്രോധോ ന ച മാത്സര്യം നലോഭോ നാശുഭാമതി. ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ശ്ലോകങ്ങൾ പെറുക്കി പറയുകയാണ്. നമ്മുടെ ഭയമില്ലാതെയാകും, അതുപോലെ ക്രോധമില്ലാതെയാകും, മാത്സര്യബുദ്ധി ഇല്ലാതെയാകും, ലോഭമില്ലാതെയായിരിക്കും, അശുഭമായിട്ടുള്ള ചിന്തകളെല്ലാം ഇല്ലാതെയാകും. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ഒരു ഫലശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഫലശ്രുതി പറഞ്ഞു വരുമ്പോൾ ഇടയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള ചില രംഗങ്ങൾ വിഷ്ണു സഹസ്രനാമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വീണ്ടും ഒരു രംഗത്തിലോട്ട് കടക്കുകയാണ്. അതായത് നമുക്കറിയാം, ഈ പാർവതി ദേവി മഹാദേവൻ്റെയും സ്ഥിരമായിട്ടുള്ള ജോലി അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു കർമ്മം എന്ന് പറയുന്നത് സത്സംഗമാണ്. ജോലി എന്ന് നമ്മൾ പറയാൻ പാടില്ല, സ്ഥിരമായിട്ടുള്ള ഒരു പ്രവൃത്തി. അതായത് പാർവതി ദേവി ഇടയ്ക്കിടയ്ക്ക് ഭഗവാനോട് ഓരോ സംശയം ചോദിക്കും. ഭഗവാൻ ഇതിനെല്ലാം മറുപടി പറയും. അപ്പോൾ ഉമാമഹേശ്വര സംവാദം,
നമുക്കറിയാം കിളിപ്പാട്ട് രാമായണം ഉമാമഹേശ്വര സംവാദം എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഉമാമഹേശ്വര സംവാദം വിഷ്ണു സഹസ്രനാമത്തിലുമുണ്ട്. അപ്പോൾ ഒരു പാർവതീദേവി ചോദിക്കുകയാണ്, ഈ വിഷ്ണു സഹസ്രനാമം എനിക്കൊന്ന് ഉപദേശിച്ച് തരാമോ എന്ന്. അപ്പോൾ മഹാദേവൻ എന്ത് ചെയ്തു? വളരെ സന്തോഷപൂർവ്വം തൻ്റെ പ്രിയതമയ്ക്ക് വിഷ്ണു സഹസ്രനാമം എല്ലാം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പാർവതീദേവിക്ക് ഒരു സംശയം. കാരണം വിഷ്ണു സഹസ്രനാമം അത്യാവശ്യം നല്ല രീതിയിൽ ജപിക്കാൻ പറ്റുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു 20-25 മിനിറ്റ് എടുക്കും ഇത് ജപിക്കാൻ. അതല്ല അത്ര സ്ഥിരമായിട്ട് ജപിക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ പൂർവ്വപീഠികയും സഹസ്രനാമവും ബലശ്രുതിയും ഒക്കെ ചേർത്തൊരു 40 മിനിറ്റ് എടുക്കും ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാർവതീദേവി ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, ശ്രീ പാർവത്യുവാച കേനോപായേന ലഘുന വിഷ്ണോർനാമസഹസ്രകം പഠ്യതേ പണ്ഡിതൈർ നിത്യം ശ്രോതുമിച്ഛാമ്യഹം പ്രഭോ. എൻ്റെ ഭഗവാനെ, ഇത് ചൊല്ലാൻ കുറേ സമയമൊക്കെ എടുക്കുമല്ലോ, ഇത് ഒരു ദിവസം ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കേനോപായേന ലഘുന, ഇതൊന്ന് ലഘുവായിട്ട് ചൊല്ലാൻ വഴിയുണ്ടോ? അപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് പാർവതീദേവിക്ക് നാമം ചൊല്ലാനുള്ള മടി കൊണ്ട് പാർവതീദേവി ഇങ്ങനെ ചോദിക്കുകയാണ്. നമ്മളെപ്പോലെ കലികാലത്തിലുള്ള മനുഷ്യരുടെ ബുദ്ധി പാർവതീദേവിക്കറിയാം. അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് പാർവതീദേവി ചോദിക്കുന്നത്. അപ്പോൾ പാർവതീദേവി ചോദിക്കുമ്പോൾ മഹാദേവൻ മറുപടി പറയുകയാണ്. ശ്രീ പാർവത്യുവാച എന്ന് കഴിഞ്ഞിട്ട് ശ്രീ ഈശ്വര ഉവാച ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ. ദേവി, സഹസ്രനാമത്തിന് തത്തുല്യമായിട്ടുള്ളത് വേറൊന്നുമില്ല, രാമനാമം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. സാധാരണ ആചാര്യന്മാർ പറഞ്ഞു തരാറുണ്ട് ഈ ഭാഗം 3 പ്രാവശ്യം ചൊല്ലണം. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ. ഈ ഓരോ സംസ്കൃതത്തിൽ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ വിലയുണ്ട്, ഓരോ വാല്യൂ ഉണ്ട്. അപ്പോൾ സാധാരണ രായ്ക്ക് 2ഉം മായ്ക്ക് 5ഉമാണ് പറയുന്നത്. അപ്പോൾ രാമ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. 2 × 5 10 എന്ന് പറയും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചൊല്ലിയാലോ 10 × 10 100. ഒരു പ്രാവശ്യം കൂടെ ചൊല്ലിയാൽ 100 × 10 1000 സഹസ്രം. അപ്പോൾ 3 പ്രാവശ്യം ചൊല്ലണം എന്നൊക്കെ ആചാര്യന്മാർ രസകരമായിട്ട് പറയാറുണ്ട്. എന്തായാലും ഇത് മഹാദേവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ എന്തെങ്കിലും സമയത്ത് എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല, എങ്കിലും കലികാലത്ത് കലിസന്ധരണ ഉപനിഷത്തിൽ നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുന്നുണ്ട്, ഈ കലികാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് പറയുമ്പോൾ അതിനൊരൊറ്റ മന്ത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് 16 നാമങ്ങളടങ്ങിയ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 16 നാമങ്ങൾ. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് മുത്തശ്ശിമാരൊക്കെ പോയി രാമനാമം ജപിക്കാൻ പറയുന്നത്. അപ്പം അത് ചൊല്ലാൻ നമുക്ക് കലികാലത്ത് ഏറ്റവും ഉചിതമായിട്ടുള്ളതാണെങ്കിലും നമുക്ക് വിഷ്ണു സഹസ്രനാമം എല്ലാ തരത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിയെ നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്ന് മഹാദേവൻ തന്നെ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ അതിനെത്രമാത്രം മഹാത്മ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം അത് കഴിയുമ്പോൾ പിന്നെ സഞ്ജയ് ഉവാച എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സഞ്ജയനാണ് ഇതെല്ലാം വർണ്ണിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് അനുശാസന പർവം സമാപിക്കുന്നു, അല്ലെങ്കിൽ അവസാനിക്കുകയല്ല, അനുശാസന പർവത്തിനുള്ളിൽ അനുശാസനിക പർവാന്തർഗത ദാനധർമ്മ പർവണി, അതായത് ദാനധർമ്മം എന്ന് പറയുന്ന പർവത്തിനിടയ്ക്കാണ് 149-ാം അധ്യായത്തിൽ 142 ശ്ലോകങ്ങളുള്ള ഈ വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞ് ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ സ്തോത്രം സമ്പൂർണം എന്ന് പറഞ്ഞ് സമാപിക്കുകയാണ്. എന്നാൽ ചില ആചാര്യന്മാർ ഇതിൻ്റെ കൂടെ ആപതുദ്ധാരണ സ്തോത്രമെന്ന് പറഞ്ഞ് കുറേ ശ്ലോകങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ഞങ്ങളുടെയൊക്കെ താത്ത, അമ്മയുടെയൊക്കെ അച്ഛൻ, അവരൊക്കെ സ്ഥിരം ഇത് ചൊല്ലുമായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇത് 9 പ്രാവശ്യം ചൊല്ലും, ഈ ആപതുദ്ധാരണ സ്തോത്രം. അതുപോലെ ഞങ്ങളോടൊക്കെ പറഞ്ഞു തരുമായിരുന്നു, എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഇത് ചൊല്ലിക്കും, ആപതുദ്ധാരണ സ്തോത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ് എന്ന് അന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ ഇവിടെ പറയുകയാണ്, അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണഭേഷജാൻ നശ്യന്തി സകലാൻ രോഗാൻ സത്യം സത്യം വദാമ്യഹം. സകല രോഗങ്ങളും നമുക്ക് നശിക്കും. ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, എന്ത് മരുന്ന് കഴിക്കുമ്പോഴും ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം മരുന്ന് കഴിക്കാമെന്ന്. അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണഭേഷജാൻ നശ്യന്തി സകലാൻ രോഗാൻ സത്യം സത്യം വദാമ്യഹം. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാൻ മേ നാശേ ആശേഷാൻ അച്യുധന്വന്തരേ ഹരേ. ആ വിഷ്ണുവിൻ്റെ നാമമാകുന്ന അമൃത് നമ്മൾ കഴിക്കുക,
അപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ ഇത് കഴിച്ചാൽ രോഗാന്മേ നാശയാ ശേഷാൻ ആശു ധന്വന്തരേഹരെ, ആ ധന്വന്തരി മൂർത്തി വന്ന് നമ്മുടെ അല്ലേ, മരുന്നും മന്ത്രവും എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ മരുന്നും മന്ത്രവും പോലെ മരുന്ന്, ഒരേ മരുന്ന് എല്ലാവരിലും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ മരുന്ന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ മന്ത്രവും കൂടി വേണം, ഈശ്വരൻ്റെ കടാക്ഷവും കൂടെ വേണം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരേ മരുന്ന് എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കാത്തത്? ഭഗവാന്റെ അനുഗ്രഹം കൂടി വേണമെന്ന് പറയുകയാണ്. അപ്പം അന്ന് മുത്തശ്ശന്മാരൊക്കെ ഇങ്ങനെ താത്തായും താത്തിയൊക്കെ പറഞ്ഞു തരും, ഈ ഒരു രീതിയിൽ വേണം ഇത് ചൊല്ലാൻ. ഇതിൻ്റെ അകത്ത് ഹരേ രാമ ഹരേ രാമ എന്നുള്ള മന്ത്രങ്ങളെല്ലാം ഉണ്ട്. അതിനുശേഷം കായേന വാച ചൊല്ലുകയാണ്. നമ്മൾ ഇത്രയും നേരം ചൊല്ലിയതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ വരാമല്ലേ, അതിന് ക്ഷമാപണം പറയുകയാണ്. ക്ഷമാപണം പറയുമ്പോൾ പറയുന്നുണ്ട്, ഏതക്ഷര പദപൃഷ്ടം മാത്രാഹീനം തുയത് ഭവേൻ. ഏതക്ഷര പദപൃഷ്ടം, എന്തെങ്കിലും ഈ ഞാൻ ചൊല്ലിയതിൽ ഒരു അക്ഷരമോ ഒരു പദമോ എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ക്ഷമിക്കണേ. വിസർഗബിന്ദു മാത്രമാണ്, എന്തെങ്കിലും ഒരു വിസർഗം വിട്ടുപോയി, അല്ലെങ്കിൽ ഒരു ബിന്ദു, ഒരു ഫുൾ സ്റ്റോപ്പ്, കോമ, കുത്ത് ഒക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വിസർഗബിന്ദു മാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ച ധിക്താനി. ഭഗവാനെ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അന്യഥാശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിനെ പറ്റി പൊതുവായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ലളിതാ സഹസ്രനാമത്തിൻ്റെ ആ ഉൽപ്പത്തിയെ പറ്റിയും കൂടെ നമുക്കൊന്ന് ഓടിച്ചൊന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ലളിതാ സഹസ്രനാമം വാഗ്ദേവതകളാൽ, ഗോഡസസ് ഓഫ് സ്പീച്ച് എന്ന് പറയത്തില്ലേ, 8 പേരാണ് ഈ വാഗ്ദേവതകൾ. വശിനി തുടങ്ങിയിട്ടുള്ള 8 വാഗ്ദേവതകളാൽ രചിക്കപ്പെട്ടതാണ് ഈ ലളിതാ സഹസ്രനാമം. അതായത് ഒരു ദിവസം ലളിതാദേവി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനകത്തും പുറത്തും ലീലയാടുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ലളിതാദേവി എന്നുള്ള പദം തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ലളിതാദേവി വാഗ്ദേവതകളെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീചക്രത്തിൻ്റെ പ്രാധാന്യവും ഈ ശ്രീവിദ്യയുടെ പ്രാധാന്യവുമൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പാകത്തിലുള്ള 1000 നാമങ്ങളെ കൊണ്ട് സ്തുതിക്കുന്ന ഒരു സ്തോത്രം എഴുതുക എന്ന് പറയുകയാണ്. അങ്ങനെയാണ് വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമം രചിക്കുന്നത്. ഈ ലളിതാ സഹസ്രനാമം രചിച്ചു കഴിഞ്ഞിട്ട് അവരൊരു ദിവസം ലളിതാദേവിയുടെ ആ സഭയിൽ ലളിതാദേവിയോട് അനുവാദം ചോദിക്കുകയാണ്, ഞങ്ങളിത് ചൊല്ലിക്കോട്ടെ എന്ന്. ആ സമയത്ത് എല്ലാ ദേവന്മാരും അവിടെ സന്നിഹിതരാണ്. മഹാദേവനുണ്ട്, മഹാവിഷ്ണുവുണ്ട്, എല്ലാവരുമുണ്ട്. ആ സഭയിൽ വെച്ച് വാഗ്ദേവതകൾ ചൊല്ലുകയാണ് ഈ ലളിതാ സഹസ്രനാമം. അതോടുകൂടി ലളിതാദേവി അതിസന്തുഷ്ടയായിട്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. ഈ ഒരു ലളിതാ സഹസ്രനാമം അതുകൊണ്ട് ദേവി തന്നെ സർട്ടിഫൈ ചെയ്തതാണ് എന്ന് നമുക്ക് പറയാം. പിന്നീട് നമ്മൾ ലളിതാ സഹസ്രനാമം കാണുന്നത് 18 പുരാണങ്ങളിൽ ഏറ്റവും അവസാനത്തെ പുരാണമായിട്ടുള്ള ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 36ാമത്തെ അധ്യായത്തിലാണ് ലളിതാ സഹസ്രനാമം കാണുന്നത്. വ്യാസഭഗവാൻ അവിടെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അവിടെ എങ്ങനെയാണ്, ഒരു സംവാദമായിട്ടാണ്. ഹയഗ്രീവമൂർത്തി അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇത് ധാരാളം ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം ആ സഭയിൽ അന്ന് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. മഹാദേവൻ ഇത് നന്ദിക്ക് ഉപദേശിക്കുന്നുണ്ട്. വ്യാസഭഗവാൻ ഇത് ഉപദേശിച്ചത് വായു ഭഗവാനാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഹയഗ്രീവമൂർത്തി അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഹയഗ്രീവമൂർത്തി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. മധുഖൈടഭന്മാർ ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു, ഈ വേദങ്ങൾ വീണ്ടെടുത്ത് തരണമെന്ന്. ആ സമയത്ത് ഹയഗ്രീവമൂർത്തിയുടെ രൂപത്തിലാണ് ഭഗവാൻ വന്ന് ഈ മധുകൈടഭന്മാരിൽ നിന്നും ഈ വേദങ്ങൾ വീണ്ടെടുക്കുന്നത്. അതായത് ഹയഗ്രീവമൂർത്തി എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടമാണ് എന്നർത്ഥം. ഹയം എന്ന് വെച്ചാൽ കുതിര, ഗ്രീവം എന്ന് വെച്ചാൽ കഴുത്ത്, കഴുത്തിന് മുകളിലോട്ട് കുതിരയുടെ രൂപമാണ്. ഹയഗ്രീവമൂർത്തിയുടെ രൂപം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, ആ ഭൂമിയെ ഉദ്ധരിക്കുന്നതായിട്ട് അത് വരാഹ രൂപമൊക്കെ കാണുന്നില്ല, അതുപോലെ തന്നെ ഹയഗ്രീവമൂർത്തിയുടെ രൂപം കാണാം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ വരാഹമൂർത്തിയെ പറ്റി പറഞ്ഞപ്പോഴാണ് മഹാവരാഹോ ഗോവിന്ദ എന്ന് വിഷ്ണു സഹസ്രനാമത്തിലുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് വരാഹമൂർത്തി ഓർമ്മ വരും. അപ്പം ഇങ്ങനെ ഓരോ നാമങ്ങൾ ചൊല്ലുമ്പോഴും നമുക്ക് ദേവിയുടെ ആണെങ്കിലും ഭഗവാന്റെ ആണെങ്കിലും ഓരോ ലീലകൾ ഓർമ്മ വരികയാണ്. പക്ഷേ ഹയഗ്രീവമൂർത്തി ആദ്യമൊന്നും അഗസ്ത്യ മഹർഷിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല. ശ്രീചക്ര ഉപാസനയെ പറ്റിയും ശ്രീവിദ്യ ഉപാസനയെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും
ലളിതാ സഹസ്രനാമത്തിനെ പറ്റി മാത്രം ഒന്നും പറയുന്നില്ല. അപ്പം അഗസ്ത്യ മഹർഷി വീണ്ടും ചോദിക്കുകയാണ്, അങ്ങ് ഈ ലളിതാ സഹസ്രനാമം പറയാമോ, ഒന്ന് ചൊല്ലിത്തരാമോ എന്ന് പറയുമ്പോഴാണത് വളരെ ഗുഹ്യതമമാണ് എന്ന് പറഞ്ഞ്. വിഷ്ണു സഹസ്രനാമം നോക്കുമ്പോൾ ലളിതാ സഹസ്രനാമം നമുക്ക് ചൊല്ലാൻ കുറച്ച് കട്ടിയാണ്. അപ്പോൾ ഈ ഹയഗ്രീവമൂർത്തിക്ക് ഹയഗ്രീവമൂർത്തി അഗസ്ത്യ മഹർഷിക്ക് ലളിതാ സഹസ്രനാമം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഇനി ഈ സഹസ്രനാമങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. സഹസ്രനാമമായിട്ടും ചൊല്ലാം, നാമാവലിയായിട്ടും ചൊല്ലാം. അതായത് ഈ നാമത്തിൻ്റെ അവിടെ ഓരോ നാമത്തിൻ്റെ ഇടയിലും സഹസ്രനാമം ആകുമ്പോഴെങ്ങനെയാണ്, ഒരു വരിയിൽ തന്നെ ഒരു 3 നാമം കാണും. അതിൽ ആ ഓരോ നാമത്തിൻ്റെ മുന്നിൽ ഒരു ഓം ചേർക്കുക, അത് കഴിഞ്ഞിട്ടൊരു നമ ചേർക്കുക. ഇപ്പോൾ ഓം ശ്രീമാതാ ശ്രീ മഹാരാത്രേ അല്ലേ, അങ്ങനെയല്ലേ. അപ്പം ഓം ശ്രീമാത്രേ നമഃ, ഓം ശ്രീ മഹാരാജ്ഞൈ നമഃ എന്ന് പറയുമ്പോൾ അത് നാമാവലിയെ, അത് പൊതുവെ അർച്ചനയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാത്തിലും ഉണ്ട്, എല്ലാ സഹസ്രനാമത്തിലും. അപ്പം എ അല്ലെങ്കിൽ ഐയിലാണ് അവസാനിക്കുന്നത്. ശ്രീമാത്രേ എന്ന് പറയുമ്പോൾ എ ആണ്, മഹാരാജ്ഞി എന്ന് പറയുമ്പം ഐ ആണ്. ഒന്നിൽ എയിലോ ഐയിലോ അവസാനിക്കുന്ന രീതിയിൽ ഇതിനെ മാറ്റാം. എന്നാൽ മിക്കവാറും സഹസ്രനാമങ്ങളൊക്കെ നാമത്തിൽ നിന്ന് നാമാവലിയിലോട്ട് മാറ്റുകയാണ്. എന്നാൽ ശിവസഹസ്രനാമം നാമാവലിയായിട്ട് തന്നെ എഴുതപ്പെട്ടതുണ്ട്. അപ്പം അങ്ങനെ തന്നെ ലഭ്യമാണ് എന്നാണ് അർത്ഥം. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു ഉത്ഭവവും അത് ചൊല്ലേണ്ടതും അതിൻ്റെ പ്രത്യേകതയും. സംവാദ രൂപത്തിൽ എങ്ങനെയാണോ സനകാദികൾ നാരദ മഹർഷിക്ക് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത്, അത് കഴിഞ്ഞ് പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീശുകൻ എങ്ങനെയാണോ ഉപദേശിച്ചു കൊടുത്തത്, പാർവതീദേവിക്ക് എങ്ങനെയാണോ രാമായണം ഉപദേശിച്ചു കൊടുത്തത്, അതേ രീതിയിൽ ഹയഗ്രീവമൂർത്തി അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഈ ലളിതാ സഹസ്രനാമം. കുറച്ച് നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിയും അതോടൊപ്പം തന്നെ ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കുന്നതാണ് നമുക്ക് ഈ ലളിതാ സഹസ്രനാമം. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്തൊരു സഹസ്രനാമത്തിലേക്ക് കടക്കുകയാണ്, ശിവസഹസ്രനാമം. ശിവസഹസ്രനാമത്തിനെ പൊതുവേ പറയുന്നത് വേദസാര ശിവസഹസ്രനാമം എന്നാണ്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന മിക്ക വേദസാരമാണ്. മഹാഭാരതത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് 2 ശിവസഹസ്രനാമമുണ്ട്. എനിക്കറിയാവുന്നിടത്തോളം 2 ശിവസഹസ്രനാമമുണ്ട്. എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ലിംഗപുരാണത്തിൽ ഒരു ശിവസഹസ്രനാമമുണ്ട്. മിക്കവാറും എല്ലാ വാക്കുകളും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാലും മനസ്സിലാവും, ശിവൻ്റെ പല നാമങ്ങളും വിഷ്ണു പുരാണത്തിൽ കാണാം, വിഷ്ണുവിൻ്റെ പല നാമങ്ങളും ശിവസഹസ്രനാമത്തിലും ഒക്കെ കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നൊരു സംശയം തോന്നാം. അതായത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് വിഷ്ണുവാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരം. ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോഴോ അതിൽ പറഞ്ഞിരിക്കുന്നത് ലളിതാദേവിയാണ് ഈ പ്രപഞ്ചത്തിനെല്ലാം ആധാരം. ശിവസഹസ്രനാമത്തിലും അതുപോലെ തന്നെ. അപ്പം നമുക്ക് ആകെ കൺഫ്യൂഷനോ ഇതിൽ ആരാണ് ശരി എന്ന്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായിട്ട് മഹർഷീശ്വരന്മാർ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ലളിതാ സഹസ്രനാമത്തിലെ ലളിത എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തിനെയാണ്, പരമാത്മ ചൈതന്യത്തിനെയാണ് ഉപയോഗിക്കുന്നത്. അതായത് വിഭൂതിയല്ല, അംശ അവതാരത്തിനെയല്ല. ശിവൻ, വിഷ്ണു, ദേവി എന്നൊക്കെ പറയുന്നത് വിഭൂതികളാണ്, അംശമാണ്. എന്നാൽ അങ്ങനെയല്ല. വിഷ്ണു സഹസ്രനാമത്തിലെ വിഷ്ണു എന്ന് പറയുന്നത് പരമാത്മ ചൈതന്യമാണ്. ഗായത്രി സഹസ്രനാമത്തിലെ ഗായത്രി ദേവി എന്ന് പറയുന്നത് ആ പരമാത്മ ചൈതന്യമാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു കൺഫ്യൂഷനൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ശിവസഹസ്രനാമം തന്നെ പലതുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും മഹാഭാരതത്തിലെ ശിവസഹസ്രനാമമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതും നമുക്ക് നാമാവലിയായിട്ട് ലഭ്യമാണ്. ഇനിയുള്ള ഒരു സഹസ്രനാമത്തിനെ കൂടി പറഞ്ഞിട്ട് നമുക്കിന്ന് ഈ സത്സംഗം അവസാനിപ്പിക്കാം. അതാണ് ഗായത്രി സഹസ്രനാമം. ദേവി ഭാഗവതത്തിലെ 12-ാം സ്കന്ധത്തിലാണ് 5 അധ്യായങ്ങളായിട്ട് ഗായത്രി ദേവിയുടെ മാഹാത്മ്യം വർണ്ണിക്കുന്നത്. ഈ സഹസ്രനാമം പറയാൻ ഉദ്ദേശിച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മറ്റ് സഹസ്രനാമങ്ങളിലൊന്നും ഇത്രയും വിശദമായിട്ട് മാഹാത്മ്യം വർണ്ണിക്കുന്നില്ല. ഇതിൽ ഗായത്രി ദേവിയുടെ മഹിമ, ഗായത്രി ദേവിയുടെ പൂജ എങ്ങനെ നടത്തണം, എല്ലാ മഹിമയും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ട് അതിൽ ഗായത്രി സഹസ്രനാമം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ അതും വളരെ വിശേഷപ്പെട്ട ഒരു സഹസ്രനാമമാണ്. ഇങ്ങനെ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സകല ഐശ്വര്യങ്ങളും ലഭ്യമാകുന്നു എന്ന് ഓരോ ആചാര്യന്മാരും അടുത്ത തലമുറയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ നമ്മളോട് പറയുകയും ചെയ്യുന്നു. അപ്പം ഇതാണ് ഏകദേശം ഒരു സഹസ്രനാമത്തിൻ്റെ മാഹാത്മ്യവും രൂപവും ഒക്കെ. ഇനി ഓരോ സഹസ്രനാമവും, സ്കന്ദന മുരുകനുണ്ട്, മുമ്പ് പറഞ്ഞതുപോലെ ഹനുമാൻ സ്വാമിക്കുണ്ട്, ധാരാളമുണ്ട്. ഇതിനോടനുബന്ധിച്ച് ധാരാളം ഐതിഹ്യങ്ങളും കഥകളും നിൽക്കുന്നുണ്ട്.
വിഷ്ണു സഹസ്രനാമവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം നിലനിൽക്കുന്നത് ശ്രീരംഗത്തിൽ എല്ലാ കാലവും അന്നദാനമുണ്ടായിരുന്നു. അപ്പോൾ ശ്രീരംഗം നമുക്കറിയാം, ഭഗവാന്റെ വളരെ വലിയ പ്രതിഷ്ഠയും ഒക്കെയുള്ള സ്ഥലമാണ് ശ്രീരംഗം. നമ്മുടെ തിരുവനന്തപുരത്തെ പോലെ അനന്തശയനമാണ്, വളരെ വലിയ മൂർത്തിയാണ്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും അന്നദാനമുണ്ട്. അപ്പോൾ ഈ അന്നദാനത്തിൽ പങ്കെടുക്കാനായിട്ട് എന്നും കുറച്ച് വയസ്സായിട്ടുള്ള ഒരു വൃദ്ധൻ വരും. പക്ഷേ ഈ വൃദ്ധൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ബഹളമാണ്, ക്യൂവിൽ മുന്നോട്ടെത്താൻ വേണ്ടിയിട്ടുള്ള ബഹളം, ആകെ ആ ഒരു അന്തരീക്ഷം താറുമാറാക്കും. എന്നിട്ട് വന്ന് അദ്ദേഹം ഭിക്ഷ മേടിക്കും. മാത്രമല്ല അദ്ദേഹം കുറേ പാത്രത്തിൽ തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണവും കൂടി ഇദ്ദേഹം മേടിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഭക്ഷണമൊക്കെ അന്നദാനമൊക്കെ നടത്തുന്നവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായി. അപ്പോൾ അവരെന്ത് ചെയ്തു, ശ്രീപാദ രാമാനുജരുടെ അടുക്കൽ ചെന്ന് ഒരു പരാതി പറഞ്ഞു. നമുക്കറിയാം, ഇപ്പോൾ അടുത്ത ദിവസം നരേന്ദ്രമോദി അല്ലേ ശ്രീപാദ രാമാനുജരുടെ വലിയ പ്രതിമ അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ചെയ്തോന്ന് എനിക്കറിയില്ല, അതിൻ്റെ ധാരാളം വീഡിയോ ഒക്കെ കണ്ടു. വളരെ അതിമനോഹരമായിട്ടുള്ള, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ശ്രീപെരുമ്പത്തൂർ ജനിച്ച വൈഷ്ണവനായിട്ടുള്ള ഒരു ഭക്തനാണ് ശ്രീപാദ രാമാനുജൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പോയി പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു വൃദ്ധൻ വരുന്നുണ്ട്, അദ്ദേഹം വളരെയധികം അന്തരീക്ഷം മലീമസമാകുന്ന രീതിയിലാണ് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഇദ്ദേഹം ഈ ശ്രീപാദ രാമാനുജൻ ഈ വൃദ്ധനെ വന്ന് കണ്ടിട്ട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ എനിക്ക് 6 കുട്ടികളാണുള്ളത്. അപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്ന സമയത്തൊക്കെ എനിക്ക് ആകെ സംഭ്രമമാണ്, ഞാനവിടെ ചെല്ലുമ്പോഴേക്കും ഭക്ഷണം തീർന്നു പോകുമോ, എൻ്റെ കുട്ടികൾക്കും കൂടെയുള്ള കിട്ടുമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ബഹളം ഉണ്ടാക്കി ഉന്തിത്തള്ളി ഇടിച്ചു തിക്കി ഞാൻ ഏറ്റവും മുന്നിൽ ചെല്ലുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങേക്ക് വിഷ്ണു സഹസ്രനാമം അറിയാവോ? പണ്ട് ഞാൻ കുറേ കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കിപ്പോൾ വലിയ ഓർമ്മയൊന്നുമില്ല. ആദ്യത്തെ 1-2 വരി ഓർമ്മയുള്ളൂ. അപ്പോൾ അതൊന്ന് ചൊല്ലാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃത് അത്രയും ചൊല്ലിയപ്പോൾ നിന്നു. അതായത് 6 നാമങ്ങളെ അറിയാവുള്ളൂ. വിശ്വം എന്ന് പറയുന്നത് ഒരു നാമം, വിഷ്ണു അല്ലേ, വിഷ്ണു എന്ന് പറയുമ്പോൾ വിഷ്ണു എന്നുള്ളത്, ആ വിഷ്ണു എന്നുള്ളത് ഒരു നാമം, വഷട്കാരഹ എന്നുള്ളത് ഒരു നാമം, ഭൂതഭവ്യ ഭവത് പ്രഭു എന്നുള്ളത് അടുത്ത നാമം, ഭൂതകൃത് എന്നുള്ളത് അടുത്ത നാമം, ഭൂതഭൃത് എന്നുള്ളത് അടുത്ത നാമം. അപ്പോൾ ഈ 6 നാമേ അറിയൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഭൂതഭൃത് എന്നുള്ള നാമത്തിൻ്റെ 6ാമത്തെ നാമത്തിൻ്റെ അർത്ഥം അറിയാമോ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞു. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും സകല ഭൂതങ്ങളെയും പരിപാലിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഭഗവാൻ നമ്മളെ എന്നും കാത്ത് സംരക്ഷിക്കും, അതുകൊണ്ട് അങ്ങ് നിരന്തരമായിട്ട് ഈ നാമം ജപിക്കുക എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. പക്ഷേ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ വിളമ്പുന്നവർക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. അതായത് എല്ലാ ദിവസവും ശ്രീരംഗനാഥന് പ്രസാദം നിവേദിക്കും, ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ നിവേദിക്കും. പക്ഷെ തിരിച്ച് പ്രസാദമായിട്ട് എടുക്കുമ്പോൾ അളവിൽ വളരെ വലിയ കുറവ് കാണുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, ശ്രീപാദ രാമാനുജരുടെ അടുക്കൽ പോയി ഈ കാര്യമൊക്കെ പറഞ്ഞു ബോധിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, പണ്ടുണ്ടായിരുന്ന ആ ഒരു വൃദ്ധനില്ലേ, അദ്ദേഹം ഇപ്പോൾ വരാറില്ല ഭക്ഷണം സ്വീകരിക്കാൻ, അതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം ഇതുവല്ലോ മോഷ്ടിക്കുന്നതാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ശ്രീപാദ രാമാനുജർ നദിയൊക്കെ കടന്നു വേണം ഇദ്ദേഹത്തിൻ്റെ ഗ്രഹത്തിലെത്താൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗ്രഹത്തിലെത്തി. അവിടെ ചെന്നപ്പോൾ രാമാനുജരെ കണ്ടപ്പോഴേക്ക് ഈ വൃദ്ധൻ ഓടി വന്ന് നമസ്കരിച്ചു. പറഞ്ഞു, ഞാൻ അങ്ങേ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങ് അന്ന് പറഞ്ഞ് ആ നാമം ജപിക്കാൻ തുടങ്ങിയതോടുകൂടി ഞങ്ങൾക്ക് അന്നത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് പറഞ്ഞപ്പോൾ, എന്നും ഒരു കൊച്ചുകുട്ടി, ഒരു ആൺകുട്ടി ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾക്ക് എത്ര ഭക്ഷണമാണോ വേണ്ടത് അത് തന്നു വിടാറുണ്ട്. അങ്ങ് ഇങ്ങനെ ഒരു ആൺകുട്ടിയെ അയക്കുന്നതിന് വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞു. ശ്രീപാദ രാമാനുജർ വിചാരിച്ചു, ഞാൻ ആരെയും അയക്കുന്നില്ലല്ലോ. മാത്രമല്ല ഈ വൃദ്ധൻ അപ്പോൾ പറയുകയാണ്, ഈ കുട്ടി ആരാണ് എന്ന് ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ ശ്രീപാദ രാമാനുജരുടെ ഒരു ഭക്തനാണ് എന്നാണ് ഈ കുട്ടി പറഞ്ഞത് എന്ന്. ഇത് കേൾക്കുന്ന ശ്രീപാദ രാമാനുജരുടെ അവസ്ഥ എന്തായിരിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് ആ സഹസ്രനാമത്തിലെ ഒരേ ഒരു നാമം ജപിച്ചപ്പോഴേക്കും ഒരാളുടെ അവസ്ഥ ഇതായി മാറി എന്ന് പറഞ്ഞാൽ, ആ സഹസ്രനാമം മുഴുവൻ ചൊല്ലിക്കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് ആ ഭാവത്തിൽ ചൊല്ലിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അർത്ഥം മനസ്സിലാക്കി ചൊല്ലുന്നത് വളരെ നല്ലത്. പക്ഷെ മള്ളിയൂർ തിരുമേനി പറയും, അറിഞ്ഞുകൊണ്ട് തീയിൽ കൈയിട്ടാലും അറിയാതെ തീയിൽ കൈയിട്ടാലും തീ അതിൻ്റെ സ്വഭാവം കാണിക്കും. കാരണം തീക്ക് അതിൻ്റെ ഒരു ജോലിയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കർത്തവ്യമുണ്ടല്ലോ. അതുപോലെ തന്നെ തീയുടെ സ്വഭാവം അതാണ്. അതുപോലെ നാമത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട്. അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലിയാലും അറിയാതെ ചൊല്ലിയാലും
അതിൻ്റെ ആ ഒരു ഫലം നമുക്ക് വരും. എങ്കിലും അറിഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോൾ ആ ഭാവം അല്ലേ, ഗോവിന്ദ എന്ന് പറയുമ്പോഴേക്കും ആ ഗോവിന്ദാഭിഷേകവും സർവപ്രഹരണായുധ രഥാംഗപാണി എന്നൊക്കെ പറയുമ്പോൾ ആ ഭീഷ്മരെ വധിക്കാനായിട്ട് ചാടിയിറങ്ങിയ ആ കൃപാലുവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെയും അത് കാണുമ്പോൾ ഉള്ള ആ ഭീഷ്മരുടെ ഭാവമൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പം അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ ആ രംഗങ്ങളെല്ലാം മനസ്സിൽ ഓർമ്മ വരും. കുറച്ചും കൂടെ ഉൾക്കൊണ്ട് നമുക്ക് സഹസ്രനാമമൊക്കെ ജപിക്കാൻ പറ്റും. ഇങ്ങനെ ആചാര്യന്മാർ നമ്മുടെ ഉന്നതിക്കായിട്ട് ഇതുപോലെയുള്ള ധാരാളം ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ഒക്കെ തന്നിരിക്കും. അതെല്ലാം ജപിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ശരിയായ മാർഗദർശനം ഭഗവാൻ തന്നെ അരുളട്ടെ. ഇത്രയും നേരം കുറേ സജ്ജനങ്ങളോട് ഭഗവാന്റെ കഥകൾ വർണ്ണിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ കീർത്തനങ്ങൾ കീർത്തിക്കുന്നവരെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, ശ്രവണവും അതുപോലെ വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ സഹസ്രനാമം നമുക്ക് പലതരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന് കേൾക്കാൻ സാധിക്കും, രണ്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കും, അല്ലെങ്കിൽ അർച്ചനയായിട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ വഴിയുണ്ട്. ശ്രവണം എന്ന് പറയുന്നത് നവധാഭക്തിയിൽ ആദ്യത്തെ പടിയാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ആദ്യം ഭഗവാനിലോട്ട് നമ്മൾ ഏതൊരു കൊച്ചുകുട്ടിയും ജനിച്ച് ഉണ്ടാകുന്ന കൊച്ചുകുട്ടി പോലും ശ്രവണത്തിലൂടെയാണ് ഭഗവാനിലോട്ട് എത്തുക. അപ്പോൾ ആ ഒരു ശ്രവണം ഏത് കാലത്തും നമുക്ക് നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം നമുക്ക് രാവിലെ വെച്ച് കേൾക്കാം, അല്ലെങ്കിൽ സമയമുള്ളപ്പോൾ നമുക്ക് ചൊല്ലാം. ഇങ്ങനെയുള്ള സഹസ്രനാമം നമ്മളെ എന്നും ഉദ്ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഒരു അവസരം തന്ന് വീണ്ടും എനിക്ക് ഈ സഹസ്രനാമ മഹിമയൊക്കെ മനനം ചെയ്യാനൊരവസരം തന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.